ഇവിടെയുള്ളവരുടെ ജീവിതം സ്വർഗമാണ് ഗൈസ്. ഒരു അടുത്ത തോണി, ചെറിയ ചെറിയ ബോട്ടല്ല, തോണികൾ മീൻ പിടിക്കാൻ പറന്നുപോയി. നമ്മളിപ്പോൾ ഉള്ളത് കടമക്കുടിയിലാണ്. അപ്പം നമ്മളിവിടുത്തെ കാഴ്ചകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും. സത്യം പറഞ്ഞാൽ ഇവിടെയുള്ളവരുടെ ജീവിതം സ്വർഗമാണ് ഗൈസ്. എല്ലാം ചെമ്മീൻ കെട്ടുകളും ഇതെല്ലാം മീൻ വളർത്തുന്ന സ്ഥലങ്ങളാണ്. ഈ താഴെ കാണുന്നതെല്ലാം. ഇത് സൂര്യൻ ഇതാ ഉദിച്ചു വന്നിരിക്കുന്നു. റോഡിൻ്റെ ഇരു സ്ഥലങ്ങളിലും കായലാണ്. നല്ല അതിമനോഹരമായ കാഴ്ചയാണ് ഗൈസ്. താഴെയാണത് കായലിൻ്റെ സൈഡിൽ ആമ്പലുകളെല്ലാം ഇപ്പോൾ അത് പൂവില്ലാണ്, എല്ലാം ഉണങ്ങി നിൽക്കുകയാണ്. ഈ കായലിന് ചുറ്റും ഈ പാലം ഇങ്ങനെ എത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ആ മെയിൻ സ്പോട്ടിലേക്കാണ് ഈ പാലം എത്തുന്നത്. താഴെ നല്ല പൂക്കളും അടിപൊളി കാഴ്ചയാണിത്. ഉണക്കാണ് നമ്മുടെ നാട്ടിലേക്കുള്ള ഉണക്ക്. വൈകുന്നേരം വന്ന് നിന്ന് നമുക്ക് സമയം സ്പെൻഡ് ചെയ്യാനും വർത്തമാനം പറഞ്ഞിരിക്കാനും ഇവിടെയുള്ള ആൾക്കാർക്ക് അടിപൊളിയാണ്. സ്വർഗമാണ് ഗൈസ്, സ്വർഗം. നമ്മൾ എന്തായാലും ഈ സ്ഥലം വന്ന് കണ്ടിരിക്കേണ്ട സ്ഥലമാണ്. സൺസെറ്റും സൺറൈസും അടിപൊളിയായിരിക്കും ഇവിടെ. ഇപ്പം ഞാനിപ്പോൾ വന്ന സമയം വെളുപ്പിനെയാണ്. 8 മണി നേരമാണ് ഞാൻ വന്ന സമയം. ചുറ്റിനും തെങ്ങുകളും കായലും ഫിഷിങ് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെയാണ് ഇവിടെ ഒത്തിരി കാണാനുള്ളത്. പിന്നെ നമ്മൾ ലൈഫിൽ വന്നിരിക്കേണ്ട ഒരു സ്ഥലമാണ്. ഇപ്പം നമ്മൾ മൂന്നാറൊക്കെ പോകുന്നവർക്ക് തന്നെയാണ് ഇത് ഒരു നല്ലൊരു അടിപൊളി സ്പോട്ടാണ്. നല്ല വൈകുന്നേരമൊക്കെ വരുവാണെങ്കിൽ ചില്ല് ചെയ്യാൻ നല്ല റെസ്റ്റോറൻറ്റുകളെല്ലാം ഉണ്ട്. കാണാം, നമുക്ക് നോ പാർക്കിംഗ് എന്ന് വരച്ചിട്ടുണ്ട്. എന്നാൽ വൈകുന്നേരമൊക്കെ വന്നിരിക്കാൻ നല്ല അടിപൊളി സ്ഥലമാണ്. ഇപ്പോൾ ഇവിടെ വെളുപ്പിനെ 8:30 ആയി സമയം. അതുകൊണ്ട് ഇവിടെയുള്ളവരെല്ലാവരും ജോലി കാര്യങ്ങൾക്ക് പോകുന്ന സമയമാണ്. എന്തായാലും മിസ് ചെയ്യാൻ പാടാത്തൊരു സ്ഥലമാണിത്. റോഡിൻ്റെ സൈഡിലാണേലും നമുക്ക് കായലാണ്. സത്യം പറഞ്ഞാൽ ഞാൻ നടന്ന് കുറെ ഇങ്ങോട്ട് എത്തിയിരിക്കുന്നു. In 200 meters, turn left to stay on Pizala, Chiriya Kadamakudi Road. ചുറ്റിനും നല്ല അതിമനോഹരമായ കാഴ്ചയായിരിക്കുന്നു. നമ്മൾ ഒരിക്കലും ഇത് മിസ് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥലമാണ്. ഇവിടെയാണേൽ നമ്മുടെ എല്ലാ വീടിനും ഒരേ ബോട്ട് കാണും ഗൈസ്. ചെറിയ ചെറിയ ബോട്ടല്ല, തോണികൾ ചെറുതായിട്ട്. വേണ്ട മീൻ എന്ന് വരച്ച് വെച്ചിരിക്കുന്നു. ചെറിയ വഴികൾ. ഒരു ചേട്ടൻ്റെ സൈക്കിളൊക്കെ ചവിട്ടി പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു നാട്ടുംപുറം എന്ന് വെച്ചാൽ നമ്മൾ പണ്ടത്തെ സിനിമയിലൊക്കെ കാണുന്ന കണക്ക് തന്നെ ഒരു മുക്കയിൽ 4 പേര് കൂടി നിന്ന് ഈ ഏഷണിയും പരദൂഷണവും ഒക്കെ പറയുന്ന കണക്ക് തന്നെ ഒരു ഫീലിംഗ് ബ്രോ ഇവിടെ വന്നിട്ട്. അപ്പം വന്നത് നമുക്ക് നഷ്ടമൊന്നുമില്ല. ഞാൻ ഒത്തിരി നടന്നു. എന്നുവെച്ചാൽ ഇവിടെ വണ്ടി കിട്ടാൻ പാടാം. സ്ഥലത്തൊക്കെ നല്ല രീതിയിൽ വെള്ളം കയറിയ സ്ഥലമായിരിക്കും. ഇത് കണ്ട് ഇവിടെ എല്ലാം വെള്ളം കയറി ഇറങ്ങിപ്പോയതിൻ്റെ മാർക്കുണ്ട്. ഇത് അപ്പുറം ഇപ്പുറം എല്ലാം വെള്ളമാണ്. ചുറ്റിനും കായലാണ്. ചെറിയ ചെറിയ മീനുകളും എല്ലാം കാണാം നമുക്കിതിൽ.
എന്നുവെച്ചാൽ നമ്മുടെ എറണാകുളത്ത് ഇങ്ങനെ ഒരു നല്ലൊരു സ്പോട്ടുള്ള ആർക്കും അറിയാം. ഭയങ്കര മനോഹരമായ സ്ഥലമാണ്. ഇതേണ്ട ഒരു ചേട്ടൻ സൈക്കിൾ ചവിട്ടി പോകുന്നു. തൊട്ടരികിൽ ഇലക്ട്രിക് പോസ്റ്റും തൊട്ടരികിൽ വെള്ളവും. ഏതായാലും ഇവിടെ ഒത്തിരി ആഴം കാണിയല്ല, നമുക്ക് വേണമെന്ന് ഇറങ്ങി നോക്കാമായിരുന്നു. പക്ഷെ ഇവിടെ ഉള്ളവർ പിടിച്ച് പഞ്ഞിക്കിടും, അതാണ് പ്രശ്നം. വേണ്ട ഒരു കൊക്കിരിക്കുന്നു മീൻ പിടിക്കാൻ. പറന്നുപോയി. എന്നാൽ ഇവിടെയുള്ളവരുടെ ലൈഫ് അടിപൊളിയാണ്. ചുറ്റിനും വെള്ളം. പക്ഷെ പ്രളയകാലത്ത് അവർക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നായിരിക്കും. വേണ്ട ഒരു കൊക്കിരിക്കുന്നു. പിന്നെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്നാന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് പോകുമ്പോൾ ഇവിടെ ഉള്ളവർ നമ്മളെ തുറിച്ച് നോക്കുകയാണ് ഗൈസ്. പക്ഷേ എറണാകുളം ടൗണിലാണ് നമുക്ക് ആ പ്രശ്നമൊന്നുമില്ല. നടന്ന് ഒരു പരുവായി ഗൈസ്. ഞാൻ തിരിച്ചു പോകുമ്പോൾ എന്തായാലും ഒരു റിക്ഷ വിളിച്ച് പോകേണ്ട വരും, പറ്റുന്നില്ല. ഏതായാലും നമുക്ക് ഈ കാഴ്ചകൾ കാണുമ്പോൾ നമുക്ക് യാതൊരു ക്ഷീണവും ഇല്ല. നമ്മുടെ മംഗലാപുരം സൈഡാണെങ്കിൽ കടലുണ്ട്, ചെറിയ കായലുകളുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനത്തെ വലിയ ഹെവി സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്കിതൊക്കെ കാണുമ്പോൾ ഇറങ്ങി ചാടി കുളിക്കാൻ തോന്നുന്നു ഗൈസ്. സൂര്യൻ ഇതാ ഉദയിച്ചേക്കും. ഇതിലൂടെ ഇങ്ങനെ പോയായിരുന്നു. അവിടെ ഒരു ഫിഷിംഗ് കെട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഷൂ നനയും ഗൈസ്, പണിയാവും. പിന്നെ വല്ലാത്തൊരു ചെരുപ്പിട്ടിട്ടില്ല, അതുകൊണ്ട് പണിയാവും. ഒരടുത്ത തോണി. എന്തോ പണിയൊക്കെ കഴിച്ച് വെച്ച തോണിയാണ്. മരമെല്ലാം ഇതാക്കിയേക്കുന്നു. ഇതേ അടുത്ത് തുറന്നു. എല്ലാം മീനിൻ്റെ വല കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതിൽ. എവിടെ നോക്കിയാൽ ആമ്പലുകളാണ്. പക്ഷെ ആമ്പലിൽ പൂവൊന്നുമില്ല. അവിടെ ഇവിടെ ഓരോന്നുണ്ട്. നിങ്ങൾ ആരും മൂന്നാർ പോയില്ലേലും ഇതൊന്ന് വന്ന് കണ്ടിരിക്കേണ്ട കാഴ്ചയാണ്. നമ്മുടെ എറണാകുളം ടൗണിൽ നിന്ന് ഇച്ചിരി മാറി ഒരു 25 കിലോമീറ്റർ മാറി ഇങ്ങനൊരു കാഴ്ച ഉള്ളത് അടിപൊളിയായിരുന്നു. നമ്മൾ മൂന്നാറൊക്കെ കണ്ടില്ലെങ്കിൽ ഇത് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്. ഇതിൻ്റെ അപ്പുറം ഇപ്പുറം എല്ലാം വീടുകളുണ്ട്. അന്നത്തെ വെള്ളപ്പൊക്കത്തിലെല്ലാം മുങ്ങിയ വീടായിരിക്കും ഇത്. കാരണം മുങ്ങും. എന്നാന്ന് വെച്ചാൽ വെള്ളത്തിൽ മുട്ടിയാണ് നിൽക്കുന്നത്. നമുക്ക് തന്നെ കാണുമ്പോൾ ഒരു അതിശയം തോന്നും. ഇതേണ്ട ഇവിടെ 2 ബോട്ട്, ഒരു ചെറിയ ബോട്ട്, ഇവിടെ ഒരു വള്ളം, പിന്നെ ഒരു 10-20 പേര് ഇരുന്ന് വന്നൊരു വലിയ ബോട്ട്. എന്നുവെച്ചാൽ ഇവിടെ ആളൊന്നുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അതിരാവിലെ വന്നേ കൊണ്ടായിരിക്കും. ഇതേ അവിടെ ഒരു ഇട്ടാച്ചി കണ്ടോ? നമ്മൾ ഇത് കായൽ ക്ലീനാക്കുന്ന, നമ്മുടെ ഈ ആമ്പലൊക്കെ ക്ലീനാക്കുന്നതാണ് ഇട്ടാച്ചി. എസ്കലേറ്റർ. തെങ്ങിൻ തോപ്പുകളും നല്ല മനോഹരമായ കാഴ്ച. ഇത് ആ ദൂരെ കാണുന്നതാണ് ഫിഷിംഗ് നെറ്റ് ഇട്ടിട്ടുണ്ട്. ഓഹോ, ആ കാണുന്ന മെട്രോ സ്റ്റേഷനാണ്. വാട്ടർ മെട്രോ പണി നടന്നുകൊണ്ടിരിക്കുന്നു. കടമക്കുടി മെട്രോ റെയിൽ. അപ്പം അതിൻ്റെ പണി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഏതായാലും ഇവിടെ വാട്ടർ മെട്രോ ഉണ്ട്. വളരെ ഉപകാരമായിരിക്കും വരുന്നവർക്ക്. നമ്മുടെ ഹൈക്കോടതിയിൽ നിന്ന് നമുക്ക് വാട്ടർ മെട്രോയിൽ കയറി നേരെ ഇങ്ങോട്ട് വരാം. നമുക്ക് ഇത്രയും ഈ വഴിയെ ഇങ്ങനെ ചുറ്റി വരേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതൊത്തിരി ദൂരമാണ്. ഇപ്പം ഞാൻ വന്ന വഴി. ഈ ബോട്ടിൽ വള്ളം വലയെല്ലാം ഉണ്ട്. വെള്ളം വരെ കയറിയിട്ടുണ്ട് ബോട്ടിൻ്റെ അത്. പിന്നെ ഇവിടെ കാണുന്ന നമ്മുടെ ഇവിടെയുള്ള വീടിൻ്റെ മുറ്റത്തെല്ലാം വെള്ളം കാണും. വെള്ളം കയറി കിടക്കുക. അവർക്ക് സ്റ്റെപ്പേന്ന് ഇച്ചിരി ഇറങ്ങിക്കഴിഞ്ഞാൽ വെള്ളമായിരിക്കും. ഇവിടെ ഉള്ളവരുടെ ജീവിതം ഭയങ്കരം തന്നെ. എന്നാലും നല്ല തണുപ്പാണ്. ഇപ്പോഴത്തെ കാലാവസ്ഥ നോക്കുമ്പോൾ നല്ല തണുത്ത് നിൽക്കുവാണ്. കൊച്ചിക്കൊക്കെ നല്ല ചൂടാണ്.
ഇങ്ങോട്ട് നല്ല തണുപ്പാണ്. നമുക്ക് ഏതായാലും ഒരു ബോട്ട് വരട്ടെ, തോണി എന്തെങ്കിലും വന്നാൽ അത് കയറി അപ്പുറം വരെ ഒന്ന് പോയിട്ട് വരാം. പോയില്ല ഇവിടം വരെ വന്നിട്ട് അതൊരു വലിയ നഷ്ടമായിരിക്കും. പിന്നെ ഈ പോകുന്ന വഴികളെല്ലാം ഇവർ അടച്ചേക്കുവാണ്. എന്ന് വെച്ചാൽ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് വെള്ളം വരാണ്ടിരിക്കാനായിട്ട് മീൻ പിടിക്കുന്ന സംഭവം അങ്ങോട്ടെല്ലാം കെട്ടി നിർത്തിയേക്കുവാണ്. നല്ല കിളികളുടെ ശബ്ദവും. ഇപ്പോൾ സൂര്യൻ ഉദയിച്ച സമയമായതുകൊണ്ട് നല്ല വൈബാണ് ഇവിടെ. അങ്ങനെ നമ്മൾ അവസാനം കടമക്കുടിയിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ ചുറ്റിനും നോക്കിയാൽ അതേ കണ്ടോ, അതിസുന്ദരമായ കായലാണ്. അവിടെ ഇവിടെ ഒരു ഫിഷിംഗ് നെറ്റ് എല്ലാം ഇട്ടിട്ടുണ്ട്. എല്ലാം അടിപൊളിയാണ്. ഇവിടെ 2-3 വാട്ടർ മെട്രോ സ്റ്റേഷൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആൾക്കാരാരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഒരു തോണി പോലും കാണാനില്ല. വന്നേരം നമുക്കതിന് കയറി പോകായിരുന്നു. നമുക്കിനൊരു ഹോട്ടൽ ചെക്ക് ഇൻ സമയം 11 മണിക്കാണ്. അതുവരെ സമയമുണ്ട്. അപ്പോൾ ഇന്നലെ സ്ലീപ്പറെ കടന്നു വന്നതുകൊണ്ട് വലിയ ക്ഷീണമില്ല, ഹാപ്പിയാണ്. ഇതൊന്നും ഈ സ്ഥലം ഒത്തിരി നമുക്ക് ഫോറിനേഴ്സിനൊന്നും അറിയത്തില്ലെന്ന് തോന്നി. ഇവിടെ ഫോറിനേഴ്സ് എല്ലാം കൊച്ചിയിലും ഫോർട്ട് കൊച്ചി വന്ന് ചാടിയിട്ടുണ്ട്. ഇന്ന് നൈറ്റ് ന്യൂ ഇയർ അല്ലേ, അപ്പം നമ്മളിന്ന് ഇനി മറ്റൊരു വീഡിയോ വരുന്നുണ്ട്. നമ്മുടെ ഇന്നത്തെ നൈറ്റിലെ ന്യൂ ഇയറിൻ്റെ വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ഫോറിനേഴ്സ് ഒന്നും ഇങ്ങോട്ട് വരുന്നില്ല, അറിഞ്ഞ് വരുന്നേ ഉള്ളെന്ന് തോന്നി. ഈ സ്ഥലം മൂന്നാർ പോയില്ലല്ലോ, നമ്മളിവിടെ പോയിരിക്കേണ്ട മോസ്റ്റ് വിസിറ്റഡ് സ്പോട്ടാണ് ഈ കൊച്ചി. ഞാൻ ഒത്തിരി പ്രാവശ്യം കൊച്ചി വന്നിട്ടുണ്ട്. ഞാനിപ്പോഴാണ് ഈ സംഭവം എനിക്ക് കണ്ടുപിടിച്ചെത്തിയ. ഞാൻ ഒത്തിരി വീഡിയോ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഒരു ഫ്ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. ഒരു ചേട്ടൻ ഒരു തോണി തുഴഞ്ഞുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ നല്ല ആഴമുണ്ട് ഈ ഭാഗത്ത്. കാരണം വെച്ചാൽ വെള്ളത്തിൻ്റെ മുകളിൽ നമുക്കിങ്ങനെ കായലും കണക്ക് തന്നെ ഇങ്ങനെ നല്ല സ്പീഡിൽ ഇതാവുന്നുണ്ട്. എന്നുവെച്ചാൽ ചേട്ടൻ ആ തോണി തുഴഞ്ഞില്ലേൽ തന്നെ അത് ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ഞാൻ ഈ സ്ഥലം ഗൂഗിൾ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഇത് കടലിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കായലാണ്. നല്ല ആഴമുള്ള സ്ഥലമാണ്. നമ്മുടെ ആലപ്പുഴ വേമ്പനാട് കായലും കണക്ക് തന്നെ ഇതിനും നല്ല ആഴമുള്ള കായലാണ് എന്നാണ് എനിക്ക് ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ മനസ്സിലായത്. നമുക്ക് അവിടെ ഒരു പള്ളി കാണാം. ഒരു പള്ളി ക്രിസ്മസിൻ്റെ സെലിബ്രേഷനെല്ലാം കഴിഞ്ഞ് നക്ഷത്രമെല്ലാം കിട്ടിയിരിക്കുന്നു. ഇവിടെ വരുന്ന വഴിക്ക് ഒത്തിരി പള്ളികളുണ്ട്. ഇവിടെ ഒരു യൂദാസ്ലീഹയുടെ ഒരു കപ്പള കണ്ടു. നമുക്ക് കൂട്ടിനൊരാളെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഏതായാലും അവൻ്റെ പുറകെ നമുക്ക് വഴി കാണിച്ചു തരുന്നുണ്ട് ഗൈസ്. ഫുള്ള് ചെളിയാണ്. അയ്യോ എൻ്റെ ഷൂ. അവൻ നല്ല സ്പീഡിൽ പോയില്ല, അവൻ എന്നെ ഇട്ടിട്ട് പോയി. തെങ്ങിൻ തോപ്പിൻ്റെ നടുക്കോടെ ഒരു വഴികളും അടിപൊളി ഫീലാണ്. ഇവിടെ ഒന്ന് ജസ്റ്റ് നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്യണം. നമുക്ക് ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എത്ര മനസ്സിലാവുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ നിങ്ങൾ വന്നിരിക്കേണ്ട ഒരു സ്ഥലമാണ്. ഞാൻ ഏകദേശം കേരളത്തിൽ വയനാട്, മൂന്നാർ ഇങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളും പോയിട്ടുണ്ട് ടൂർ. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഇതൊരെണ്ണമാണ്. അത്ര നമുക്ക് കാണാനുണ്ട് ഇവിടെ.
വെച്ചാൽ ഞാൻ ഈ മെട്രോ സ്റ്റേഷൻ്റെ പണി ഇവിടെ നടന്നുകൊണ്ടുണ്ട്. അതൊരു ചേട്ടനോട് ചോദിച്ചപ്പോൾ ഇവിടുത്തെ ലോക്കൽ ചേട്ടൻ പറഞ്ഞാൽ അത് ഇവിടെ തമ്മിൽ കൊച്ചിയിലേക്കുള്ള കണക്ഷനാണെന്നാ, അല്ല ഇവിടുന്ന് വൈപ്പിനിലേക്ക് അങ്ങനെ എന്തോ ഒരു കണക്ഷനാണ്. ഇതേണ്ട ഒരു ഇറ്റാച്ചി ചളി കോരുന്ന ഇറ്റാച്ചി, അപാരം തന്നെ. പക്ഷെ നമ്മുടെ അവിടെയൊന്നും ഇങ്ങനെയുള്ള കാഴ്ചകളില്ലല്ലോ. അത് ഇതൊരു മരത്തേൽ കയറ് കെട്ടി ഇങ്ങനെ ഉടക്കി വെച്ചേക്കാണ്. ഇത് കണ്ടില്ലേ, ഒത്തിരി പഴയ സാധനമാണ്. എത്ര നടന്നാലും മതിയാവാത്ത ഒരു സ്ഥലം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയുടെ പാർട്ട് 2 ഒരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. ഒത്തിരി ലെങ്ത്ത് കൂടുതലായതുകൊണ്ട് നമുക്കിപ്പോൾ യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യുന്നത് 30 മിനിറ്റ്സ് താഴെയുള്ള വീഡിയോ ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിന്ന് ഏതായാലും ഈ വീഡിയോ ഇവിടെ നിന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്കിനി മറ്റൊരു എപ്പിസോഡിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് എല്ലാവർക്കും ബൈ ബൈ.